ഇതൊക്കെ കാപട്യമല്ല എന്ന് ചോദിച്ചു പോവുകയാണ്. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഇത് അറിയണ്ടേ, ഇതിന് മരുന്ന് ചെയ്യണ്ടേ, ഇതിന് നേരത്തെ കൂട്ടി കാര്യങ്ങൾ ചെയ്യണ്ടേ. കടേശ്വരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു യോഗമാണ്, കടേശ്വരി യോഗം എന്നാണ് പറയുന്നത്. അത് നമ്മൾ എൻ്റെ ഗുരുവായൂർ കടേശ്വരിയാണ്. എല്ലാ വർഷവും 41 ദിവസം ഒരേ കണക്കിന് നിൽക്കും. നിന്നുകൊണ്ട് പറഞ്ഞു, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കും. അതിനൊക്കെ 12 വർഷം, 12 ദിവസമായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പഞ്ചദൂന പറഞ്ഞിട്ട് അഗ്നികുണ്ടങ്ങൾ 5 എടുത്തിട്ട് ചെമ്പണ്ടിരിക്കുക, മണ്ണിൽ കുഴിച്ചിട്ട് തല മാത്രം പുറത്തു നീളത്തിന് ഇങ്ങനെ കിടക്കണം. കൈയും കാലും ഇട്ട് അതിനകത്താണ് 9 ദിവസം. 9 ദിവസം ഇതൊക്കെ ഈ സന്യാസം കഴിഞ്ഞതിന് ശേഷമുള്ള സാധനങ്ങളാണ്. അതാണ് ഈ 12 വർഷം. സന്യാസ ദീക്ഷ കിട്ടിക്കഴിഞ്ഞ് 12 വർഷം ഇത് ചെയ്തതിന് ശേഷമാണ് നാഗസന്യാസ ദീക്ഷ ഉണ്ട്. ആ 12 വർഷം കഴിഞ്ഞ് അടുത്ത 13 വർഷം കഴിയുമ്പോഴാണ് ദിഗംബര ദീക്ഷ. നമ്മുടെ 13 ഒരുമിച്ച് കെട്ടിങ് തന്നു, സർട്ടിഫിക്കറ്റ് ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ആൾക്കാർ പറയുന്നില്ല. എന്നിട്ട് എന്താ അപ്പോഴും പീഡനം നടക്കുന്നുണ്ട്, സമയത്ത് ആംബുലൻസ് വരില്ല, ആശുപത്രി കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യും. ഇതെല്ലാം മനുഷ്യനല്ലേ, സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് ഈ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനാണ്. എന്നിട്ട് എന്താ ഈ സിസ്റ്റം നേടാവട്ടെ. എൻ്റെ കുഞ്ഞിനെ വണ്ടി ഇടിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമല്ല. പക്ഷെ എൻ്റെ കുഞ്ഞിനെ വണ്ടി ഇടിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കുന്നു? അവന് കാണിച്ചു കൊടുക്കണം. നമ്മളിത് ഡയറക്റ്റ് പറയുമ്പോൾ അവൻ്റെ അടുത്ത് പോയി അവൻ ശാപം ഇടുകയാണ്, ശാപം പറയുകയാണ് എന്ന് പറഞ്ഞത്. ഇതൊന്നും നമ്മൾ ഞങ്ങളോട് പറഞ്ഞു ഇത് തന്നെയല്ലേ പറയാൻ പോണത്. വേണ്ട, ഇത് കർമ്മത്തിൽ കൂടെ പറഞ്ഞെങ്കിൽ വർഷം പേർക്ക് ആ ഒരു ബോധം വന്നാലും പറ്റി കല്ലെറിയാതിരിക്കും. കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് അടുത്തൊരു കുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹിച്ച് വർഷങ്ങളോളം തപസ് ചെയ്യുന്ന ആ മനോവേദനയോടുകൂടി മരിച്ചു പോകും. അത് നമുക്ക് ആ പോയിന്റ് തൊട്ട് പറയാൻ പറ്റും. അങ്ങനെ പറ്റണമെങ്കിൽ ആ ജീവൻ അതേപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു എങ്കിലും അയാൾക്കത് പറയാൻ പറ്റും, പറയാൻ അവകാശവും. ഗൃഹസ്ഥനാകാത്ത ഒരാൾ, ഒരു സന്യാസി പോയിരുന്നിട്ട് ഗൃഹസ്ഥന്റെ കാര്യം പറയരുത്, എൻ്റെ കുടുംബത്തിന്റെ ചലനം പറയരുത്, കുട്ടികളുടെ കാര്യം പറയരുത്. അവനവിടെ ഇരുന്നുകൊണ്ട് അനുഷ്ഠാനത്തിന്റെ കാര്യം പറയും. അതെന്താ അനുഷ്ഠാനം? സന്യാസിയുടെ അനുഷ്ഠാനത്തിന് പറയും. അത് കേട്ട് കേട്ട് കുറേ ദിവസം കഴിയുമ്പോൾ ആ വീട്ടിനകത്തൊരു ദരിദ്രം ജനിക്കും, ഒരു ഭിക്ഷക്കാരൻ ജനിക്കും. അതുകൊണ്ടെന്താ പറയുന്നത്? ആ കുടുംബം ഇല്ലാതായില്ലേ? ഒരു ഗൃഹസ്ഥരാണ്, ഗൃഹസ്ഥർക്ക് വേണ്ട എന്താ പറയുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ സന്തോഷമായിരിക്കും. ഒരു ഗൃഹസ്ഥ ജീവിതാനന്ദകരമാക്കുക. ഭർത്താവിനെ പതിയായിട്ട് കാണണം, പത്നിയെ പാർവതിയായിട്ട് കാണണം, ദേവി തൻ്റെ ശക്തിയാണെന്ന് കാണണം. ഇത് പഠിപ്പിച്ചു കൊടുക്കാതെ നിങ്ങളെല്ലാം നാളെ ഇതെല്ലാം കളഞ്ഞിട്ട് വീടിന് പുരക്കി തീയിട്ടിട്ട് എനിക്ക് തപസ് ചെയ്യാൻ പറഞ്ഞു. ആ തപസ് ചെയ്യുന്ന സമയത്ത് വേണ്ട കാര്യങ്ങളാണ് ഇവരിത് പറഞ്ഞു കൊടുക്കുക. എന്നാൽ അത് ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും. ഒരു ഗുരു 4 ശിഷ്യന്മാർക്ക് ഒരേ ഉപദേശം കൊടുക്കും. അതിൽ ആദ്യത്തെ ശിഷ്യന് എന്തുണ്ടെന്ന് പറഞ്ഞാൽ കാമം ഉണ്ടായി. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറഞ്ഞല്ലോ സമയത്ത് 4 പേർക്ക് ഒരേ സാധനം. ഈ സാധന കഴിഞ്ഞ് അവർ പല പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ട് അതിനൊന്ന് നേരെയാക്കാനും അത് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഗുരു തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് ഫോളോപ്പില്ല. അത് കഴിഞ്ഞിട്ട് ശിഷ്യന്റെ മനോനില അറിയാതെ ഒരു ഉപദേശം കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ സ്വാമികൾ? പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള എങ്ങനെയാണ്? സത്സംഗം കൊണ്ട് ഉയർത്തി 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 കൊണ്ട് വന്നിട്ട് മഹാവാക്യം പറയുമ്പോൾ അത് അനുഭവമാണ്. അതെന്തുകൊണ്ടാണ്? ഗുരു കഷ്ടപ്പെട്ട് അതിനെ പരിഭാഗപ്പെടുത്തി കൊണ്ടുവന്നു. ആ അവസ്ഥ ഗുരുവിന് അറിയണം, ഉള്ളിലറിയും. ഉള്ളിലറിയുന്ന ആ നിമിഷത്തിലാണ് ഉപദേശം കൊടുക്കുന്നത്. അത് ആങ്ങി അതിനുവേണ്ടി സാധന ചെയ്യണ്ട. അതിനാണ് പഴയ ആൾക്കാരൊക്കെ അത് ഫീലായിട്ട് പറയുന്നത്. ഗുരു ഉപദേശം ചെയ്തു, ഇപ്പം എനിക്ക് കിട്ടിയെന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഗുരു അത് ജനിച്ച കാലം മുതൽ ഗുരു ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവൻ. നമ്മളങ്ങോട്ട് പോയി ഇപ്പം നമുക്ക് കുറേ കിട്ടിയത് പോലെ നമ്മളങ്ങോട്ട് ചെന്ന് കയറി. ഇനി ഇതിനെ പുറത്ത് വിട്ടാൽ കിട്ടൂല എന്ന് അവർ തമ്മിലിരുന്ന് സംസാരിച്ച് അത് കേട്ടു. കിട്ടില്ല എന്ന് പറഞ്ഞത് എല്ലാം കൂടെ കാര്യങ്ങൾ തലയിൽ തരയാണ്. ചുമക്കാനുള്ള ശേഷിയുണ്ടോന്നും കൂടെ വേണം. അവരെന്തോ ചോദിച്ചാൽ എന്തൊക്കെ മറുപടി പറയും. അത് അവർക്ക് കൊള്ളാം, പക്ഷെ നമുക്ക് കൊള്ളാം എന്താണെന്നുള്ളതായിട്ട് നമുക്ക് അറിയില്ല. അത് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞ സ്വാമി ഈ അതുകൊണ്ടാണ് ഒതുങ്ങിയത്. പുറമെയുള്ള ഒരു കാര്യമാണ്. രമണ മഹർഷി പറഞ്ഞു, നിങ്ങൾ നല്ലതൊന്ന് താഴെ ഇറങ്ങി എപ്പോഴെങ്കിലും ആൾക്കാർ വരും. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് ഈ സ്കൂള് കോളേജുകളെല്ലാം നിങ്ങൾ വിചാരിക്കുന്ന എല്ലാം അവിടെ നടന്നോളും. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് തള്ളുപിടിയന്മാർ വന്ന് കഴിക്കുന്നു, അതുകൊണ്ട് ഈ ഭക്ഷണം എന്ന് മുതൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ ആ മഹാത്മാക്കൾ ഇറങ്ങി വരുമ്പോൾ കിട്ടാതാവും. അപ്പം അവരവിടെ ഇരുന്ന് തപസ് ചെയ്തു. പിന്നെന്താ നമുക്ക് തപസ് ചെയ്താൽ? ഈശ്വരനല്ലേ വിളിക്കുന്നത്. അവിടെ ഇരുന്നിട്ട് വേറെ ഒന്നും നമ്മൾ ആഗ്രഹിക്കില്ല.
പിന്നെ ഈശ്വരൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് കുറെ വരം തരാന്ന് പറഞ്ഞു. എന്ത് തന്ന ഈശ്വരൻ നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റും? എന്ത് തന്നാൽ തൃപ്തിപ്പെടുന്നത്? നീയേ ഗതി എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നീ അല്ലാതെ വേറെ എന്ത് തന്നും നമുക്ക് വാങ്ങാൻ പറ്റും? ഇനി എന്തെങ്കിലും തന്നെന്ന് വെച്ചാൽ നമ്മൾ കൂടെ പോകാൻ തയ്യാറാകുമ്പോൾ തന്നത് എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇതിന് വേണ്ടിയിട്ടെങ്കിലും തപസ് ചെയ്തൂടെ? ഗവൺമെന്റ് ഇപ്പൊ പറയാം, കരഞ്ഞ് കാല് പിടിച്ച് പറയണമെന്നുണ്ട് സാധുക്കളോട്. അത് അവർ ഉപനിഷത്തോ വേദം എടുത്തിട്ട് പറ്റുന്നതിന് പറ്റും. കാരണം തനിക്കിത് ഉപയോഗിക്കുക ഹൃദയം കൊണ്ട് സമ്മതമാണ്. അപ്പം എന്ത് ചെയ്തിട്ട് അതിന് വേണ്ട വാക്യങ്ങൾ എടുത്തു വന്നിട്ട് ഉപയോഗിക്കും. കേൾക്കുന്നവന് ശരിയാണെന്ന് പറഞ്ഞു എനിക്ക് തോന്നി. അതിന്റെ ഇടയിൽ കൂടെ വന്നിരുന്നിട്ട് എല്ലാവരുടെ അനുഗ്രഹം ഇതുപോലെ ഉണ്ടായിരുന്നാൽ മതി. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാന്റെ ആശീർവാദം കിട്ടും.